വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇപ്പോഴുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. IVF എന്ന് പറയുന്നത് ഇൻ വൈട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ്. അതായത് സ്പേമും ഒരു എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അത് ശരീരത്തല്ലാതെ ലാബിൽ ഒരു പെട്രി ഡിഷിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഇൻ വൈട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു നാച്ചുറൽ രീതിയിൽ ഒരു കപ്പിളിന് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് മെയിൽ പാർട്ട്ണറിന് കൗണ്ട് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണർ സമയത്തിന് ഓവുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ 2 ട്യൂബും ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം ഇഞ്ചേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർജറി കാരണം അതിനെ മാറ്റിയിരിക്കായിരിക്കാം. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ സാധാരണ രീതിയിൽ സ്പേമിനും എഗ്ഗിനും ബോഡിക്കുള്ളിൽ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ, വൈഫിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ പീരീഡിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ദിവസം തുടങ്ങി നമ്മൾ എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് മരുന്നുകൾ കൊടുക്കും. സാധാരണ രീതിയിൽ ബോഡിയിൽ ഒരു എഗ്ഗ് മാത്രമേ ഡെവലപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി, അതായത് IUI എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡോസ് എന്ന് പറയുമ്പോൾ 2ഓ 3ഓ എഗ്ഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ IVFന് വേണ്ടി നമുക്ക് എത്ര എഗ്ഗിന് പുറത്ത് കിട്ടുന്നോ അത്രയും സക്സസ് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹൈ ഡോസ് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് ആ മാസം ഓവറീസിലുള്ള എല്ലാ എഗ്ഗും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റാണ്. ഇങ്ങനെ നമ്മളൊരു 10-12 ദിവസം ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഇടവിട്ട് നമ്മൾ സ്കാനും ബ്ലഡ് ടെസ്റ്റും ചെയ്ത് കറക്റ്റ് രീതിയിൽ, അതായത് വേണ്ടത്ര സ്പീഡിൽ എല്ലാ എഗ്ഗും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തി ഫൈനലി എല്ലാ എഗ്ഗും മെച്യൂർ ആയതിനു ശേഷം ഇത് റപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്, നമ്മൾ ഈ എഗ്ഗിനെ എന്തായാലും പുറത്തെടുക്കാൻ പോവാണ്, അപ്പോൾ എന്തിനാണ് റപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. പക്ഷേ ഇത് ബോഡിയിൽ തന്നെ റപ്ചർ ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഈ എഗ് സെൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മെച്യൂരിറ്റി പ്രോസസ്സ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫൈനൽ ഇഞ്ചെക്ഷൻ കൊടുത്താലേ അതിൻ്റെ ഫൈനൽ മെച്യൂരിറ്റി നടക്കുകയുള്ളൂ. അതായത് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു മെച്യൂർ എഗ്ഗ് പുറത്ത് വരാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ഈ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് ടൈമിൽ ഈ ഒരു ട്രിഗർ ഇഞ്ചെക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് 35 മണിക്കൂറിന് ശേഷം നമ്മൾ എഗ്ഗിനെ പുറത്തെടുക്കാനുള്ള പ്രൊസീജിയർ ചെയ്യും. ഇത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ്. അത് അനസ്തീഷ്യ അല്ല, ഒരു സെഡേഷൻ്റെ അടിയിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അൾട്രാസൗണ്ട് യൂസ് ചെയ്ത്, അതായത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ടിൻ്റെ ഹെൽപ്പ് കൂടി നമ്മളൊരു നീഡിൽ വജൈന വഴി ഓവറിയിലോട്ട് കയറ്റിയിട്ട് സക്ഷൻ പ്രഷർ യൂസ് ചെയ്ത് എഗ്ഗിനെയൊക്കെ പുറത്തെടുക്കും. സോ 2 ഓവറിയിലും ചിലപ്പോൾ ഒരു 5-6 ഫോളിക്കിൾ ഈച്ച് കാണും. അപ്പോൾ ഓരോ ഫോളിക്കിളിനെയും നമ്മൾ പ്രിക്ക് ചെയ്ത് സക്ഷൻ പ്രഷർ യൂസ് ചെയ്ത് എഗ്ഗിനെ പുറത്തെടുക്കും. ഈ എഗ്ഗിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് ട്യൂബിലാണ് ഈ ഫ്ലൂയിഡ് കളക്ട് ആവുന്നത്. ആ ഫ്ലൂയിഡ് നമ്മൾ എംബ്രിയോളജി ലാബ്, അതായത് എപ്പോഴും ഒരു IVF OTന് തൊട്ടടുത്ത് ഒരു എംബ്രിയോളജി ലാബും കൂടെ കാണും. അവിടെ എംബ്രിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കാണും. പുള്ളിക്കാരൻ ഈ ട്യൂബിലുള്ള ഫ്ലൂയിഡിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ചെക്ക് ചെയ്യും, നമ്മൾ കൊടുത്ത ഫ്ലൂയിഡിൽ എഗ് ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ ഫോളിക്കിളിനെയും ആസ്പിറേറ്റ് ചെയ്ത് എംബ്രിയോളജിസ്റ്റ് എല്ലാ ട്യൂബിനെയും ചെക്ക് ചെയ്ത് ഫൈനലി എത്ര എഗ്ഗിനെ കിട്ടി എന്നുള്ള ഒരു കൗണ്ട് തരും. അതിനകത്ത് എത്ര എണ്ണം മെച്യൂറാണ്, എത്ര എണ്ണം ഇമ്മെച്യൂറാണ് എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതി നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ഹസ്ബൻഡ്, അതായത് മെയിൽ പാർട്ട്ണറിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അതിലുള്ള ഏറ്റവും നല്ല സ്പേംസ് ഏതൊക്കെയാണോ ആ ഓരോ സ്പേം എടുത്ത് നമ്മൾ ഈ എഗ്ഗിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിന് ശേഷം ആ ഫീമെയിൽ പേഷ്യൻറ്റിൻ്റെ മെയിൽ പാർട്ട്ണർ, അതായത് ഹസ്ബൻഡിൻ്റെ സിമെൻ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് ഏറ്റവും നല്ല സ്പേംസ് ഏതൊക്കെയാണോ അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് IVF എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണെങ്കിൽ അത് ഒരു പെട്രി ഡിഷിൽ ഒരു എഗ് സെല്ലിന് ചുറ്റും സ്പേംസിനെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ നാച്ചുറൽ രീതിയിൽ തന്നെ ഈ സ്പേംസ് ആ എഗ്ഗിനകത്തോട്ട് പോയി അതിനെ ഫെർട്ടിലൈസ് ചെയ്യും. അതിനെയാണ് ഇൻ വൈട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് മെയിൽ പാർട്ട്ണറിൻ്റെ സീമൻ അനാലിസിസ് നോർമൽ ആകുമ്പോഴാണ്. അപ്പോൾ അവരുടെ സ്പേമിന് തന്നെത്താനെ മുന്നോട്ട് പോയി ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് നമുക്ക് കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സപ്പോസ് മെയിൽ പാർട്ട്ണറിൻ്റെ സീമൻ അനാലിസിസ് എന്തോ ഒരു കുറവുണ്ട്, മോർഫോളജിയിലായിരിക്കാം, മോട്ടിലിറ്റിയിലായിരിക്കാം, അതോ കൗണ്ടിലായിരിക്കാം.
ഇതിലൊക്കെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇക്സി എന്ന് പറയുന്നത്, അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വളരെ ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഒരു എഗ്ഗിനെ പിടിച്ചു വെച്ചിട്ട് ആ ഹസ്ബൻഡിൻ്റെ ഓരോ സ്പേമിനെ എടുത്തും ഈ എഗ്ഗിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഷൻ എൻഷുർ ചെയ്യും. എന്തായാലും സ്പേം എഗ്ഗിനകത്തോട്ട് പോകുന്നുള്ളത് 100% നമ്മൾ ഗ്യാരണ്ടി ചെയ്യും. സോ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് അല്ലെങ്കിൽ IVF അല്ലെങ്കിൽ ഇക്സിയോ ഏതാണ് നമ്മൾ ആ കപ്പിളിന് ചെയ്തിട്ടുള്ള ഈ 2 പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സിനെ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് 3 ദിവസം വയ്ക്കും. 3-ാം ദിവസം നമ്മളത് ഇൻക്യുബേറ്ററിൽ നിന്ന് വെളിയിലെടുത്തിട്ട് ഈ എഗ്ഗ് ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അതോ ഇല്ലേ, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. സോ നന്നായിട്ടിരിക്കുന്ന എംബ്രിയോസിനെ നമ്മൾ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ പേഷ്യൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതോ നമുക്ക് അതിനെ ഫ്രീസ് ചെയ്തിട്ട് അടുത്ത മാസം അല്ലെങ്കിൽ വേറൊരു മെൻസ്ട്രൽ സൈക്കിളിൽ വൈഫിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതിനെയാണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡോക്ടേഴ്സ് തീരുമാനിക്കും. അതായത് ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ഹോർമോൺ അനാലിസിസ് അല്ലെങ്കിൽ അവരുടെ യൂട്രസിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ വേറെ കുറേ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും അവർക്ക് ഫ്രഷ് ആണോ ബെറ്റർ അതോ ഫ്രോസൺ ആണോ ബെറ്റർ എന്ന്. സോ ഇങ്ങനെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട്, അതായത് ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ. സോ 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ β-HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ ചെക്ക് ചെയ്യും. ആ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ മാത്രമേ ബ്ലഡിൽ β-HCG ഹോർമോൺ കാണാറുള്ളൂ. അപ്പോൾ അത് കൂടുതൽ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മൾ പ്രഗ്നൻസി കെയറിലോട്ട് അങ്ങ് പോകും. അതായത് ആ ലേഡി ഇനി ഒബ്സ്റ്റട്രീഷ്യൻസിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോകണം. പൊതുവേ IVF പ്രഗ്നൻസീസ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ്. ബിക്കോസ് മിക്കവാറും കാണുന്നത് ട്വിൻ പ്രഗ്നൻസീസ് ആയിരിക്കും, അല്ലെങ്കിൽ ലേഡിക്ക് കുറച്ച് പ്രായം കൂടിയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഒരു ഹൈ റിസ്ക് ഒബ്സ്റ്റട്രീഷ്യനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. സപ്പോസ് ടെസ്റ്റ് നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കൽ കൂടി ഈ IVF പ്രൊസീജിയർ ചെയ്യണോ അതോ നമുക്ക് കുറേ എംബ്രിയോസ് ഫ്രീസറിൽ ബാക്കിയുണ്ടോ എന്നുള്ളത് വെച്ച് ഡിപ്പെൻഡ് ചെയ്യും അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന്. സപ്പോസ് നമുക്ക് എംബ്രിയോസ് ഓൾറെഡി ഫ്രോസൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആ എഗ്ഗ് എടുക്കേണ്ട പ്രൊസീജിയർ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, അത്രയും ചിലവൊന്നും പിന്നെയും ചെയ്യേണ്ടി വരത്തില്ല. ആ ഉള്ള എംബ്രിയോസിനെ നമുക്ക് ഉള്ളിലിടാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. അതായത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു IVF പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറിയിലോട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറ്. സോ ഇത് ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്സ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അവർ പറയുന്ന അഡ്വൈസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യിപ്പിച്ച് മാത്രമേ ആ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സാധാരണ പ്രഗ്നൻറ്റ് ലേഡീസ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കെയർ ഇതിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്ത ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അത്രയും നമ്മൾ കെയർ എടുക്കണം, അത്രയും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്ധ്യതയെ ചികിത്സിക്കാൻ പറ്റുന്ന എല്ലാ മോഡാലിറ്റീസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് IVF അല്ലെങ്കിൽ ഇക്സിനുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ കൺസെപ്ഷൻ പ്രോസസ്സ്, അതായത് സ്പേം യൂട്രസിനകത്തോട്ട് പോയി എഗ്ഗിനെ മീറ്റ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് പിന്നെ ആ എംബ്രിയോ യൂട്രസിലോട്ട് വന്ന് ഇംപ്ലാന്റഡ് ആവണ ആ ഹോൾ പ്രൊസീജിയറിൽ 3/4 ഭാഗവും നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ്. അതായത് സ്പേം എഗ്ഗിനെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്, അതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്, എംബ്രിയോ യൂട്രസിനകത്ത് പോകുന്നുണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ആ ഇംപ്ലാന്റേഷൻ കാര്യം മാത്രമേ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്രയും ചിലവ് കൂടുതലാണ്. ഇതിൽ എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇഞ്ചെക്ഷൻസും പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ചെയ്യുന്ന പ്രൊസീജിയർ, എഗ്ഗിനെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇക്സി ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള പ്രൊസീജിയറൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്ന് വെച്ചാൽ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. അത് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അതിൻ്റേതായ എക്സ്പെൻസ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ അല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന ബാക്കി മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ എക്സ്പെൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പമെങ്കിലും ഒരു ദമ്പതിക്ക് IVFൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ പ്രായം കൂടുന്നതിന് മുമ്പ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്രയും കൂടുതൽ സക്സസ് റേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബാക്കി ഏത് ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിനേക്കാളും ഹയർ സക്സസ് ചാൻസ് IVFനും ഇക്സിക്കാണ് ഉള്ളത്. ഈ രോഗത്തെക്കുറിച്ചും രോഗചികിത്സയെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള അറിവ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.